ഇക്കാലമത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വാർത്തകൾ തുടർന്നു. പുഴകളുടെ വീണ്ടെടുപ്പിന് നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ വിളംബരമായി തിരുനാവായ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഭാരതപ്പുഴ ജലയാത്ര നവ്യാനുഭവമായി. കേരളത്തിലെ നദീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രയാണമാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 44 നദികളിലൂടെ സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ വിളംബരമായാണ് തിരുനാവായ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും പരിസ്ഥിതി സംഘടനയായ റിയക്കോയും സംയുക്തമായി ഭാരതപ്പുഴയിൽ യാത്ര നടത്തിയത്. തിരുനാവായ തുളുക്കടവിൽ നിന്നും ആരംഭിച്ച യാത്ര ചമ്രവട്ടം സ്നേഹപാതയിലാണ് സമാപിച്ചത്. വിദ്യാർത്ഥികളടക്കമുള്ള കൂട്ടായ്മയും പരിസ്ഥിതി പ്രവർത്തകരും പുഴയാത്രയിൽ പങ്കാളികളായി. ഭാരതപ്പുഴയ്ക്ക് വേണ്ടി കഴിഞ്ഞ 3 നൂറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാജഗോപാലാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഇത് ഏകദേശം തവനൂർ, തൃപ്രങ്കോട്, പൊന്നാനി മുനിസിപ്പാലിറ്റി ഏരിയ കവർ ചെയ്തുകൊണ്ട് ചെമ്മറോട്ടത്ത് വരെ പോവുകയും തിരിച്ചു വരികയും ചെയ്യാം. ഇന്ന് ലോക പൈതൃക ദിനമാണ്. പൈതൃക ഭൂമിയായ മാമാങ്ക ഭൂമിയിലൂടെയാണ് ഈ യാത്ര നടത്തുന്നത്. റിയക്കോ പ്രസിഡന്റ് അലി ഖിദർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഭാരതപ്പുഴ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സി രാജഗോപാൽ പള്ളിപ്പുറം പുഴയാത്ര ഉദ്ഘാടനം ചെയ്തു. പുഴയാത്രയ്ക്ക് മുന്നോടിയായി നടന്ന പ്രതിജ്ഞ ഗ്രീൻ പാലിറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം നേതൃത്വം നൽകി. ഓയിസ്ക തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ റസാഖ് ഹാജി, നാഷണൽ കോൺഫെഡറേഷൻ പ്രതിനിധികളായ അനുശ്രീ തമ്പാൻ, നേഹ നിൻസൺ, രാജശ്രീ മധു, ആൻമാരിയ സാബു, ചിറക്കൽ ഉമർ, MK സതീഷ് ബാബു, വാഹിദ് പല്ലാർ, റഷീദ് പൂരത്തിങ്കൽ, KT എമർജൻസി അംഗങ്ങളായ ഫിർദോസ് മൂപ്പൻ, VM ബഷീർ, ഫിർദോസ് അമീർ, യാദവ് പാറക്കടവ്, സുമ സതീഷ്, സൽമാൻ കരിമ്പലക്കൽ, VK സിദ്ദിഖ്, ഫസലു പാറമ്പത്ത്, ബഷീർ കുട്ടിലങ്ങാടി, കോഴിപ്പുറത്ത് മുഹമ്മദ് ബാദ് തുടങ്ങിയവർ പങ്കെടുത്തു. വലിയൊരു സന്ദേശം ഈ കാലത്തിന് ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രചരണ യാത്രയുടെ ഉദ്ദേശം. ലോകമെങ്ങും മനുഷ്യജീവിതം, പ്രത്യേകിച്ച് കാർഷിക ജീവിതം ആരംഭിച്ചത് നദീതീരങ്ങളിലാണ്. നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ചെറുതും വലുതുമായ നദികളുടെ തീരങ്ങളിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജീവിതം ആരംഭിച്ചത്. നദികൾ ഒരുക്കി തന്ന പശുമയാർന്ന മണ്ണിൽ കൃഷി ചെയ്ത് വിളയിച്ചും ഉത്സവങ്ങൾ കൊണ്ടാടിയും നദിക്ക് അഭിമുഖമായി ജീവിക്കുന്ന ഒരു സംസ്കാരത്തിലായിരുന്നു ഇതുവരെയുള്ള എല്ലാ തലമുറകളും. പക്ഷേ ഞൊടിയിടയിൽ കഴിഞ്ഞ ഒരു മുക്കാൽ നൂറ്റാണ്ടിന് മുമ്പ് ഇടയിൽ ജീവിതത്തിന് വന്ന മാറ്റം നദിയെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റി ജീവിതത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും തള്ളുന്ന ഒരു അഴുക്ക് നിറഞ്ഞ ഒരു ഭൂമിയാക്കി നമ്മൾ നദികളെ മാറ്റി. ആ ചിത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭാരതപ്പുഴ. നദിക്ക് അഭിമുഖമായ ഒരു ജീവിതത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. ജീവിതം തുടർച്ച ഉണ്ടാവണമെങ്കിൽ നദീജീവിതം, നമുക്ക് നഷ്ടപ്പെട്ട നദീജീവിതം നമ്മൾ വീണ്ടെടുക്കണം. അതിനെക്കുറിച്ച് പുതിയ തലമുറയെ പഠിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം ഈ യാത്രയ്ക്കുണ്ട്.